പൊന്നാനി നഗരസഭയുടെ 2026-27 ബഡ്ജറ്റ് എല്ലാം കൊണ്ടും ജനോപകാരപ്രദമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണം പല പദ്ധതികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്, ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. യു ഡി എഫിൻ്റെ ആരോപണം തികച്ചും അത് എന്താ പറയുക, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. നല്ല രീതിയിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള അവർക്ക് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭിന്നശേഷി സമൂഹത്തെ എങ്ങനെയാണ് ഭിന്നശേഷി സമൂഹത്തെ ഒരുപാട് ചേർത്ത് പിടിച്ചൊരു നഗരസഭയാണ് പൊന്നാനി നഗരസഭ. ഇനിയും അത്തരത്തിലുള്ള പദ്ധതികൾ ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ്, അതുപോലെ അവർക്ക് വീട് റിപ്പയറിങ്ങിനുള്ള പദ്ധതികൾ എന്നിവ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 2026-27 ബഡ്ജറ്റ് ഇന്നലെ അവതരിപ്പിക്കുകയും ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു. ബഡ്ജറ്റ് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൊന്നാനിയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ്, ആബാലവൃദ്ധ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ്. കൃത്യമായി ബഡ്ജറ്റിനകത്ത് ഏതൊക്കെ മേഖലയിലുള്ള ആളുകളെ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ ഇപ്പോൾ ഭിന്നശേഷിക്കാരായാലും വയോജനങ്ങളായാലും വനിതകളായാലും വിദ്യാർത്ഥികളായാലും യുവാക്കളായാലും മത്സ്യത്തൊഴിലാളികളായാലും എല്ലാവരെയും കൃത്യമായി ഇത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിന് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവുമാണ്. അതിനനുസരിച്ച് എന്താണെന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അപ്പോൾ ഏതെല്ലാം മേഖലയിലേക്ക് ഈ ബഡ്ജറ്റ് ഇതായിട്ട് വരുന്നതിനനുസരിച്ച് നീക്കം ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ആരെയും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ മേഖലകളും തൊട്ടിട്ടാണ് ഇത് പോയിട്ടുള്ളത്.